ഹലോ ഗൈസ്, ഒരു ചരിത്രം കാണാൻ പോവാണ് ഗൈസ്. എന്താ എവിഡൻസ് ഉണ്ട് ഗൈസ് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങള് പണ്ട് മുതലേ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഇത് ഒരുപാട് ആൾ തന്നുണ്ട്. ഞാൻ പറയട്ടെ, പണ്ട് ചെറുപ്പത്തിൽ നമ്മള് ലെറ്റർ എഴുതൂലേ, ഇങ്ങളെല്ലാം എഴുതലുണ്ടോന്ന് അറിയില്ല, പക്ഷെ നമ്മള് എന്തായാലും എഴുതലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ല. അങ്ങനെ ഞാൻ അപ്പൊ ചെറുപ്പത്തിലേ ഇതെല്ലാം കൊണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. എഴുതണം കേട്ടോ, ഇതെല്ലാം ഞാൻ കൊണ്ടാച്ച ലെറ്റേഴ്സാണ്. ഫ്രണ്ട്സ് തമ്മിലാണ്, ഫ്രണ്ട്സ് എല്ലാം തമ്മിൽ ഇങ്ങനെ തരൂല. അതല്ല നമുക്ക് ഞാൻ എല്ലാം കൂടി എഴുതുന്നല്ലോ എടുത്ത് തപ്പി കൊണ്ടുവച്ചിട്ട് ഇന്ന് ഇവള് വന്നേരോ കാണിക്കാന്ന് വിചാരിച്ചതാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എന്നോട് പറഞ്ഞത് ഞാൻ എഴുതിയ ലെറ്റർ ഉണ്ട് എന്നാ. ഇവിടെ എഴുതിയ ലെറ്റർ ഉണ്ട്, പക്ഷെങ്കിൽ വേറെ കുറെ ആൾ എഴുതിയതുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതൊന്നും ഇല്ല, പക്ഷേ ഇതിന്റെ ഉള്ളിലും ഇതിന്റെ പുറത്താണ് ഇത്. അനുശ്രീ സുനില് കോടഞ്ചേരിയിലെ ഓളെ 7 കണക്ഷൻ ഉണ്ടേനു. അനുശ്രീ 7 ബിയിലായിരുന്നു, ഞാൻ 7 A-ലായിരുന്നു. പക്ഷെ 7 ബിയിൽ അനുശ്രീ മറ്റേ ഇത് ഈ ഫിലിമിൽ ഏഴ് വരുന്നതിലോട്ട് ഓള് ഇന്റർവെല്ലിന് എൻ്റെ അടുത്ത് വരും. എനിക്ക് നമ്മള് പീഡിയെല്ലാം ബുക്ക് ഉണ്ടല്ലോ ഓരോന്ന് വാങ്ങാൻ. അങ്ങനെ തന്നതാണ് ഓള്. ഞാനും ഭയങ്കര കമ്പനിയായി, അങ്ങനെ തന്നതാണ്. ഇതിന്റെ ഉള്ളിലത്തെ ലെറ്റർ കിട്ടും, അന്നേരം കാണിച്ചു തരാം. ഇത് ഫാത്തിമ ഇത് തന്നെ സുഗന്ധന്റെ പ്രിയപ്പെട്ട ഹലോ തീർത്ത ഫാത്തിമ. ഫാത്തിമയും ഞാനും ഇവളും 3 സ്റ്റാർ ആയിരുന്നു ഗൈസ്. ഞങ്ങളെ ഗ്യാങ്ങിന്റെ പേരാണ് 3 സ്റ്റാർ. അപ്പൊ നമുക്ക് രണ്ടാക്കും കൂടി ഇവളെ എഴുതിയ കത്താണ്. അങ്ങനെ നമ്മള് 3 സ്റ്റാർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് ചെയ്തു. അങ്ങനെ എഴുതിയ കത്താണ് ഇത്. ഇത് എന്തിന്റെ അടിയായിട്ട് എന്തായിരുന്നു എഴുതിയത് ആയിരിക്കും. അടിയുണ്ടൊക്കെ കൂടുതൽ കത്ത് എഴുതാറ്. ഞാൻ അത് മെല്ലെ വായിക്കട്ടെ. ഫസ്റ്റ് ലെറ്റർ വായിച്ചതാ, അല്ലാണ്ട് എഴുതിയിട്ടില്ല. ഒരു മിനിറ്റ്, നിന്നെ എന്തെങ്കിലും എഴുതിയാ നിങ്ങളെ പറയട്ടെ. നിന്നെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്, ഞങ്ങൾക്ക് നല്ലത് ഞങ്ങൾക്ക് എന്നാണ് എഴുതിയത്. നിങ്ങൾക്ക് ആ ഒരു ഇതിടാൻ അറിയാമെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അജന്യാണ് നിങ്ങളുടെ മീരയാ. എന്റെ പേര് മീരാണ്. ചിലപ്പോൾ നമ്മൾ ഇട്ട പേരായിരിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ പേരെല്ലാം ഇടുകയാണ്. എന്റെ പേര് ഇതാന്നല്ല മറ്റേ, അങ്ങനെ ഇവളെ പേര് ഇവള് സ്വന്തമായിട്ട് മീരാന്ന് ഇട്ടിട്ടുണ്ടാവും. ഇതേ നമ്പർ 90 എന്റെ അമ്മേന്റെ നമ്പർ. ഇതെനിക്ക് അറിയാം, 90 എനിക്കത് അറിയാനും പണ്ട്. എന്താണ് ഞാൻ ജീവന് തുല്യം ഇവളെ സ്നേഹിച്ചത്. അത് പണ്ട് ഇപ്പൊ ഞാൻ പോവാ, പക്ഷെ ഇല്ല, അതാണ് സത്യം. എപ്പോഴും എന്റെ മനസ്സിൽ നിങ്ങളോട് അടുത്ത് വായിക്കാം നമുക്ക്. ഇത് എന്താ കല്യാണ കത്തിലാണ് പണ്ട് എഴുതല് കേട്ടോ. അത് വേറെ കാര്യങ്ങൾ, കൃഷ്ണനും രാധയല്ലോ. ഇതിലെന്തുണ്ട്? ഇതനുശ്രീ, ഇത് ആവണി. ഇതല്ലേ 7 ബിയിൽ, ആവണി 7 ബിയിലല്ലേ? അതെ, ആവണി 7 ബിയിൽ. ഇവളാണ് ഫേക്ക് ഫ്രണ്ട്. എനിക്ക് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ പണ്ട് എല്ലാവരും വിളിക്കുന്ന ഒരു പേരായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്? പിറന്നാൾ തന്നതാണ്. അജന്യുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, തേജല്ല എന്നോട് കണക്ഷൻ ഉണ്ടല്ലോ. ആവണി എഴുതിയ കത്താണ്. ചിത്രം മരിച്ചിട്ട് ഗൈസ് ഉണ്ടോ? ഈ ചിത്രം ഉണ്ടല്ലോ ഗൈസ്, പണ്ടത്തെ മൈലാഞ്ചിന്റെ മെയിൻ ഡിസൈൻ ഉണ്ട്. ഇതെല്ലാം എപ്പോ എഴുതിയ നന്നൂടാ. പിന്നെ ഇതാ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. അശ്വിനോ? നമ്മളെന്നാ ടീമായിരിക്കും. അശ്വിന്, തേജ, അജന്യ, തീർത്ഥ ഉണ്ടോ ഇവളെ എഴുതിയത്. ഇത് എനിക്ക് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ് വരെ തേജ നമ്മളോട് ഉണ്ടേനും. ഓർമ്മണ്ടാ? എനിക്ക് ഓർമ്മയുണ്ട്. 5ാം ക്ലാസ് വരെ തേജശ്രീ നമ്മളോട്. ഇത് അനുശ്രീ നേരത്തെ എഴുതിയ കത്തിന്റെ ബാക്കി വേണ്ടാ വേണ്ടാ കൊള്ളാലോ. സൂപ്പർ. ഹാപ്പി വിഷു. കണിക്കുന്ന പൂത്തുവി എന്തില്ല പഠിച്ചേ സാധനമില്ല. ഇവളൊരു പോസസീവ് ഫ്രണ്ടാണ്. പിന്നെ ഒരു ഗ്രീറ്റിംഗ് അശ്വതി 6. എനിക്കൊന്ന് ഓർമ്മ കൂടി സത്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്ര കമ്പനിയായി എനിക്ക് ഓർമ്മയില്ല. ലെക്ചറിലെ നിരവ കണക്ക് കമ്പനി ഉണ്ടേനോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ത് ചെയ്യാനോ? ഇതാണ് അനുസരിച്ച് ഒന്ന് വായിച്ചാലേ ഇത് വായിക്കാം. എനിക്ക് വേറെ ലെറ്റർ എഴുതി തന്നെ. അശ്വിൻ അധികം ക്രിസ്മസ് കഴിഞ്ഞാൽ തരും. ഞാൻ നമ്മൾ ഫ്രണ്ട്സേനു. അശ്വിൻ ഞാൻ ഫ്രണ്ട്സേനു ഗൈസ്. ഇപ്പോൾ അറിയുന്നില്ല. കണ്ട റേറ്റിംഗ്സ് കൂട്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ മറ്റേ വാങ്ങുന്ന പ്രത്യേകിച്ച് എഴുതുന്നു. ഇവിടെ ഒരു ടിക്ക് ഉണ്ട്. ഞാൻ നിന്നോട് മിണ്ടും, നീയോ?
അത് പറയാൻ നീ സമ്മതിച്ചില്ല. നിന്റെ കൂട്ട് മാറി. എന്നെ സ്നേഹിക്കുന്നോ? ഇല്ല, ഞാൻ നിന്നെ എല്ലാവരെക്കാളും സ്നേഹിക്കുന്നു. എന്നോട് അറിയാതെ കരഞ്ഞു. കരഞ്ഞു പോലെ പാവം കത്തിട്ട് അന്നോളം മനസ്സിൽ മൊത്തം തീർത്തേണ്ട മുഖാണ്. ഒന്നും പറയാൻ കഴിഞ്ഞിട്ട്. എന്നാൽ ഞാൻ നിന്നോട് എന്റെ ചിപ്പിക്കുള്ള വഴി മൊത്തായി ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഡയലോഗ് ഇനി പണ്ടേത് എനിക്ക് മനസ്സിലാക്കി. വേറെ കത്ത് ഇവളതാണ്. നിങ്ങളുടെ മീര എല്ലാത്തിലുണ്ടല്ലോ. മറ്റേ അതിന്റെ ഉള്ളിൽ മനസ്സിലാക്കി കൂടെ. ഇവള് ഞാളെ കൂടെ ഒരു ഗ്രൂപ്പ് കളിക്കാം. അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ആദ്യം പിന്നെ എന്ത് ചെയ്യാനാ? എന്തോ ഇഷ്ടമാണ്. ഇതാരാ? തേജശ്രീ. തേജശ്രീ എഴുതുന്ന ഒരു കത്ത് കണ്ടോ? പണ്ട് ഗ്രീറ്റിംഗ് കാർഡിൽ ഉണ്ടാക്കില്ലേനോ അങ്ങനെ. അശ്വതി ആ നേരത്തെ എന്റെ കവർ തീർത്ത ജൂലൈ മഞ്ഞിന്റെ കുളിര്. തേജശ്രീ ഞാൻ ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഒരുപാട് രീതിയിലായി. ഒരു ലോട്ടസ് നമ്മളെ ക്ലാസ്സിലേനു മീറ്റിംഗിൽ വന്നിട്ട് നമ്മൾ മൂന്നാളും ഒരുപോലെയാണ് ഒരുമിച്ച് എന്നിട്ട് പി ടി എ മീറ്റിംഗിൽ വന്നേരം അതേനോ എന്നിട്ട് നമ്മളെ സീറ്റ് മാറ്റി എത്തിച്ച് അന്നേരം എന്നെ ഓലായിട്ട് പോയി കുത്തിരിപ്പിച്ച്. ഓർമ്മയില്ല? അങ്ങനെയാണ് പറയണേനു. ടീച്ചറാണ് പറഞ്ഞതല്ല, നമ്മളൊന്നല്ല. ഇത് നോക്ക് ഗൈസ്, ഓല എഴുതി നമ്മൾ എനിക്ക് ഓർമ്മ. നമ്മൾ മൂന്നാളും സത്യമായിട്ട് നമ്മളാണ് ഇനി മുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് നമ്മൾ സ്കിറ്റല്ല നാടകം കളിച്ച് ഓർമ്മ. എനിക്ക് അസ്ല എനിക്ക് ഓർമ്മയില്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ പോയി. വേറൊരു ഗ്രീറ്റിംഗ്സ് ഒരു കൂട്ടായിട്ടുണ്ട്. ഈ അശ്വിനി ഗൈസ് ഇവിടെ ഇപ്പൊ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയി. അശ്വിനി അല്ല, അശ്വിൻ. സരസ്വതി ഓർമ്മ. അജന്യ ഞാൻ അവളെ വരച്ചുണ്ടോ? എന്റെ കഴിവ് മനസ്സിലാക്കണം. പണ്ട് ഇവിടെ ഈ ഇരിക്കണം 2 വക മുടൊക്കെ പിടിച്ചിട്ട് മടക്കി കെട്ടിട്ട് അല്ല ഇത് അഴിച്ചിട്ട് പണ്ട് ഇവിടെ താഴെ മേലെ കണ്ണ ചെയ്ത് കൂടുതൽ സാധ്യത കേട്ട് ചന്ദനക്കുരൊക്കെ തൊട്ട് മുടി കളിച്ച് വെക്കാൻ ഞാൻ നോക്കില്ല. മുടി അയച്ചിട്ട് അന്ന് ഞാൻ വരച്ചതാണ്. അന്ന് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു കഴിവ്. അതെ ശരിയാണ്. അർഷിത ഇപ്പോൾ ടീച്ചർ. ഈ ഹാൻഡ് റൈറ്റ് നല്ല രസമില്ലേ? ഓക്കെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് ഒരു തന്നെ ഓരോരുത്തർ ക്രിയേറ്റിവിറ്റി നോക്കുക. പണ്ട് ഈ പണ്ട് എനിക്ക് മനസ്സിലായി. അനുശ്രീ സുനിൽ എഴുതിയതാ. പിന്നെ അനുശ്രീനെ കൊണ്ട് എനിക്ക് ആവലൊന്നും ഇങ്ങനെ വിളിച്ചാണ്. കുറെ കത്ത് അനുശ്രീനെ കുറെ കത്ത് വെച്ചുകൊണ്ട് അതെല്ലാം ഉള്ളിൽ വെക്കുക. ഇന്നത്തെ കുറെ അവിടെ ബന്ധം കഴിഞ്ഞു. ഇത് ഇത് ഇനി തന്നെ തോന്നി. ഞാൻ ആരെ ഞാൻ നോക്കട്ടെ പറ്റിയിരിക്കും. ഇവരെന്നെ സ്വന്തമായിട്ട് അജന്യ ചേച്ചിട്ടാണ് അജന്യന്റെ ചിത്രകാരിയാണ് കൈ പണ്ട്. ഇപ്പണ്ടോ അറിയാലോ. ഇപ്പൊ ഞാൻ ഈ കത്ത് കണ്ട് പഠിക്കണ്ടോ? ഇതൊന്നുമില്ലേ? ഉള്ളിലൊന്നുമില്ല. രാജ്യം കൊടുത്താലേ ഇപ്പൊ അതിലൊന്നുമില്ല. ഇതിലൊന്നുമില്ല. എനിക്കൊന്നും ക്രിസ്മസ് ഫ്രണ്ടല്ലായിട്ട് തരൂല. ഗിഫ്റ്റ് വേറെ അങ്ങനെ തന്നെ. ഈ കത്തിനെ ഈ കത്തിന്റെ കഥ ഇത് ഞാൻ തന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഓർമ്മിക്കാം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാറില്ല. ഇതൊക്കെ പിന്നെ തരാൻ കൊടുക്കാൻ കുറേ ആൾക്കാർ. പിന്നെ കല്യാണം വിളിക്കാൻ മറക്കരുത്. എല്ലാത്തിനും നമ്പർ
നീയും ഞാനും തമ്മിൽ അകന്നപ്പോൾ എന്റെ മനസ്സ് പറയുന്നു നിന്നെ പോലെ ഒരു വേറൊരു കൂട്ടുകാരി എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് നീ അവളോട് മിണ്ടണം. നിന്റെ മനസ്സ് പറഞ്ഞു നീ അവളോട് മിണ്ടണം, നീ എന്നോട് മിണ്ടണം. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. അന്ന് എന്തിന്റെ ഇടക്കേന്ന് சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என்ன அழகே சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என்ன அழகே എന്നെ ഇല്ലാത്ത പരിപാടിക്ക് നിർത്തല്ലേ, ഉള്ള പരിപാടിക്ക് തീർത്ത് വളരെ നിർത്തിക്കും. പ്രസംഗം മുതൽ നാടകം വരെ എല്ലാ പരിപാടിക്കും എന്റെ പേര് കൊടുക്കും. ഇവളെ പേരില്ലെങ്കിൽ എന്റെ പേര് ഇവളെ എല്ലാത്തിനും കൊടുക്കും. ഇൻഡിപെൻഡൻസ് ഡേ എന്നോട് സ്പീച്ചിന് നിർത്തിച്ചു ഇംഗ്ലീഷ് ടീച്ചർ. എന്നിട്ടോ ആ ദിവസമായാലും എനിക്ക് ടെൻഷൻ ആയി. മിസ്സിനോട് നമ്മൾ രണ്ടാളും പോയി പറഞ്ഞു, മിസ് ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇല്ലെന്ന്. മിസ്സിന് ചീത്ത പറഞ്ഞിട്ട് രാവിലെ പോയി സ്റ്റേജിൽ വന്ന് പറയാൻ തുടങ്ങി. ഇവളിട്ടാ ഇതില്ല, ഞാൻ എന്തെല്ലാം പറഞ്ഞു ഒപ്പിച്ചിട്ട് പോകുന്നു. ആകെ ഓർമ്മല്ല, ഞാൻ ഇവിടെ എന്തിനോ തള്ളിക്കാറ്റിട്ട് 3 ആൾക്കാരേ ഉള്ളൂ. അതിന് തേർഡ് പ്രൈസ് കിട്ടി. ഞാൻ ആവശ്യം മുമ്പിൽ കൈയടിക്കാം. 3 ആൾക്കാരുള്ള തേർഡ് പ്രൈസ് കിട്ടിക്കണ്ട എന്റെ ലെവലിൽ. പിന്നെ കവിത ആലാപനത്തിന് പോയി. അവിടെ എന്നിട്ട് ഫസ്റ്റ് ഇവിടെ അച്ഛൻ എഴുതും. ഇവിടെ അച്ഛൻ എഴുതിയ കവിത അവൾ പാടുന്നു. അപ്പൊ ആടെ എന്നിട്ട് പറയാം എന്റെ അച്ഛൻ മഹാകവി. എന്റെ ഒരു മിസ് ഉണ്ട് ശ്യാമ ടീച്ചർ. എന്റെ അച്ഛനാന്ന് പറയാൻ എന്റെ അച്ഛനാന്ന് പറയാൻ എന്തായാലും പറയാൻ മിസ് പറഞ്ഞുള്ളൂ. എങ്ങനെ പറയുന്നില്ല, ബാക്കി ഞാൻ പറഞ്ഞു മഹാകവിയാണ്. സ്വതവേ ഗൈസ്, കവികളുടെ പേര് കവിത ഇങ്ങനെ ചൊല്ലുമ്പോൾ സത്യം പറയും മഹാകവി. ഇതെല്ലാം എന്തെല്ലാം ചൊല്ലുക. അങ്ങനെ ഞാൻ തിരുവാതിര കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ബൈ.